പ്രത്യാശയിൽ നശ്വരമായ ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ഞങ്ങളുടെ പിതാവിന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആത്മീകമായ പൂർണ്ണാശ്വാസം നൽകുകയും നിന്റെ രാജ്യത്തിലെ വരുന്ന തോഴന്മാരോട് എത്തുകയും ചെയ്യണമേ. ജീവനുള്ളവനും ജീവൻ നൽകുന്നതുമായ ദൈവമേ, നീ ഉത്തമനും അനുഷ്ഠനമുള്ളവനുമാകുന്നല്ലോ. നിനക്ക് എന്നേക്കും ബഹുമാന യോഗ്യമാകുന്നു. ഓശോ പൂരസുബാന്റെ ഒരുമേൻ Yes.
പ്രിയ സഹപ്രവർത്തകരെ, കർത്താവിൽ പ്രിയപ്പെട്ട ബന്ധുക്കളായും സഹോദരന്മാരുടെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെയേറെ വർഷങ്ങൾ മുമ്പുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ 52 ബഹുമാനപ്പെട്ട അന്തർവർഷജനുമായിട്ട് ഞാൻ പരിചയപ്പെട്ട നാൾ മുതൽ ബേബിച്ചായനെ പരിചയമുണ്ട്. 58 ബദരിയിലെ തോമസ് അച്ഛൻ്റെ കൂടെ പഴയ നിലയ്ക്ക് കാണാൻ ഞാനിവിടെ വന്നു. അന്നാണ് ബേബിച്ചായൻ്റെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അന്ന് മുതൽ ഇന്നയോളം ബേബിച്ചായനുമായിട്ട് ഞാൻ അടുത്ത് പരിചയപ്പെട്ട ആളാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക. ദൈവം വിളിക്കുമ്പോൾ പോകുക എന്നുള്ളതല്ലാതെ ഇതിനൊരു കണക്ക് വെച്ചിട്ടില്ല. ജനിച്ചാൽ നമ്മൾ ലോകത്തിൽ നിന്ന് പോകണം. 85 വയസ്സ് വരെ ദൈവം എന്നെ നടത്തിയെങ്കിൽ 93 വരെ ബേബിച്ചായനെ നടത്തി. അന്തർവർഷത്തിലെ 96 വരെ നടത്തി. എത്ര വയസ്സ് വരെ ഇരുന്നു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. തൻ്റെ ദാസനെ ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചതായ ചുമതലകൾ നടപടിയായി നിർവഹിച്ച ഒരു പിതാവാണ് ബേബിച്ചായൻ. സഭാപരമായിട്ടും ഇടവക സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചവനാണ്. പ്രത്യേകിച്ച് ശീതത്തോട് ഇടവക പോലുള്ള ഇടവകയിൽ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതിനും ഇടവകയിലെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിനുമൊക്കെ ബേബിച്ചായൻ്റെ സമയവും പണവും സ്വാധീനവും എല്ലാം ഉപയോഗിച്ചു എന്നുള്ളത് ദൈവത്തിന് ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. വെട്ടിത്തെളിക്കുമ്പോൾ ഞാൻ നഴ്സിംഗ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാരായണകാരൻ പറമ്പിലെ ഒരു സാറ് ഇവിടെ വന്ന് കമ്പനി ഉണ്ടാക്കി ഈ സ്ഥലമെല്ലാം വെട്ടിത്തെളിച്ചു. അന്ന് ഇവിടേക്ക് വരുവാൻ എനിക്ക് കഴിവില്ല, കാരണം ഞാൻ മിഡിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നാലും കേട്ടു വിവരങ്ങൾ അറിഞ്ഞു. ഇവിടെ ആദ്യം കൃഷി ചെയ്യുവാനും വെട്ടിത്തെളിക്കുവാനും എൻ്റെ അപ്പച്ചനോടാണ് വന്നത്. അങ്ങനെ അപ്പച്ചൻ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയുണ്ട്. കൊച്ചുപോയിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്, ശീതത്തോടാണ്, ചിറ്റാറിന് കിഴക്ക് വശത്താണ്. ഇത്രയൊക്കെ അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദൈവത്തിൻ്റെ മഹാകൃപയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പോയി സഭയുടെ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ദൈവം തമ്പുരാൻ എനിക്ക് ആരോഗ്യം തന്നു. എല്ലാവരും ഇവിടെ അല്ല, ഓരോ സ്ഥലങ്ങളിലാണ്. നമ്മളെപ്പോൾ ജീവിച്ചാലും ഒരുങ്ങി ജീവിക്കുക എന്നുള്ളത് ആവശ്യമാണ്. എവിടെയായാലും എപ്പോഴായാലും ദൈവം പറയുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുവാൻ ഒരുങ്ങി ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. എല്ലാം ആകട്ടെ. അവസാനമായിട്ട് ബേബിച്ചായനോട് പറയാനുള്ളത്, പാവപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ബേബിച്ചായൻ ജീവനോടിരുന്നപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും സ്വന്തപ്പെട്ടവർക്ക് വേണ്ടിയും ദൈവത്തിനുമാകെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതിനെ പറ്റി എനിക്കൊരു സംശയമുണ്ട്. നിര്യാണത്തിൽ അനുബന്ധരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഒരു നൂറ്റാണ്ട് കാലത്തോളം ഈ നാട്ടിൽ ജീവിക്കുകയും ഈ നാട്ടിലെ എല്ലാവരുമായി വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന സൗഹൃദവും സ്നേഹവും പുലർത്തിക്കൊള്ളുന്ന നിര്യാണം. നമുക്കറിയാം, മരണം എന്ന് പറയുന്നത് മണ്ണിൽ ജനിക്കുന്ന എന്തും മരിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിലും വേർപാടെന്ന് പറയുന്നതൊന്നും ദുഃഖകരമാണ്. അത് എത്ര പ്രായമായവരായാലും കുട്ടികളായാലും
താമസിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബവും ഈ കുടുംബമൊക്കെയായി വളരെ സ്നേഹത്തിലാണ് കഴിയുന്നത്. ഇന്നും ആ സ്നേഹം പ്രവർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പ്രിയപ്പെട്ട ചേട്ടന്റെ നിര്യാണത്തിൽ മുഖ്യരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഈ പ്രദേശവാസികൾ എല്ലാവരും കാരണമെന്ന ഒരു യാഥാർത്ഥ്യം ഇങ്ങനെ ഇപ്പോൾ ഈ പിതാവ് സ്വീകരിച്ചിരിക്കുകയാണ് എന്ന വിഷയം. ഈ മരണം ഓരോ മനുഷ്യനെയും അതിൻ്റെ ജീവിതാവസാനം ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവാണ്, മരിക്കുമ്പോൾ അതൊരു ലാഭം. അതുപക്ഷെ നമുക്ക് മരിക്കുന്നത് എങ്ങനെ ലാഭമായി തീരും എന്ന് ചിന്തിക്കുമ്പോൾ അത് വലിയൊരു വിഷയമാണ്. എങ്കിലും ഈ ക്രിസ്ത്യൻ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ മരണം സ്വീകരിക്കുന്നത്. അത് ലഭിക്കുന്ന വലിയ ഭാഗ്യം അതേ ലോകത്തിൽ അനേകർക്കും ലഭിക്കുന്ന ഈ പിതാവാണ്. അതിന് കാരണം വളർച്ചയിരിക്കുന്ന ജോസഫത്തിന് ഒരു സ്നേഹിതൻ ചിറ്റാറിൽ താമസമുണ്ടാണ്. കാക്കോ പാപ്പിച്ചായൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ സ്ഥലമാണ് ഇപ്പോൾ നമ്മുടെ പള്ളിയിരിക്കുന്നത്. ആ സ്ഥലം പള്ളിക്ക് വേണ്ടി വാങ്ങിക്കുവാൻ ഉള്ള ഒരു നിർദ്ദേശം കൊടുത്തത് ബഹുമാനപ്പെട്ട പടശ്ശേരി ജോസഫത്തിന്. ജോസഫത്തിന് ബേബിച്ചായനുമായി വളരെ സ്നേഹബന്ധത്തിലായിരുന്നുകൊണ്ട് ബേബിച്ചായൻ അന്ന് ഈ പള്ളി പണിയുന്നതിന് ആവശ്യമായി അതിനുവേണ്ടി ഉത്സാഹിക്കുന്നതുമായി കൂടിയാലോചിക്കുകയും അങ്ങനെ 1956 ആ സ്ഥലം നമ്മൾ സ്വന്തമാക്കുകയും 57 ജനുവരി ആദ്യം പള്ളിക്ക് കല്ലിടുകയുമാണ്. കുടുംബനാഥന്മാരിൽ അവസാനത്തെ കണ്ണിയാണ്, ആ തമ്മിലുള്ള അവസാനത്തെ കണ്ണിയാണ് ഈ വിളിച്ചത്. അതുകൊണ്ട് നമ്മൾ വേർപ്പെട്ടിരിക്കുന്നു. ഈ ആ 15 കുടുംബങ്ങളുടെ പിൻതലമുറയുണ്ട്. പക്ഷേ അന്ന് ആ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി പരിശ്രമം അനുഭവിച്ചവര്, ദുഃഖിച്ചവര്, ത്യാഗം ശ്രമിച്ചവര് ആരും ഇനിയും ഇന്നു മുതൽ ജീവിച്ചിരിക്കുന്നു. 40 വർഷത്തോളം 39 വർഷത്തിലധികം സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിച്ചു. അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. ഈ പിതാവിന്റെ ഏർപ്പാടിന് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആദ്യമേ തന്നെ നിലവിലെ ഓർത്തഡോക്സ് ഇടവകയുടെയും ഭദ്രാസന ബാലസമാജത്തിന്റെയും പേരിലുള്ള എല്ലാവിധമായ അന്വേഷണങ്ങളും പ്രാർത്ഥനകളും ഈ പ്രിയപ്പെട്ടവർക്ക് അറിയിക്കുകയാണ്. ഭദ്രാസന ബാലസമാജത്തിന്റെ ചുമതല ഏറ്റ സമയം അതോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെയാണ് ആങ്ങോടി നിലയ്ക്കൽ സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ ചുമതല കൂടി ലഭിക്കുന്നത്. അന്ന് മുതൽ ഈ നിമിഷം വരെയും ഈ കുടുംബവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധം പുലർത്തുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. എന്തുമാൻ സാധിക്കാത്ത അത്രയും തവണ ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാനും അദ്ദേഹം കടന്നു വരുമ്പോൾ അപ്പച്ചനുമല്ല ഓർമ്മയും ഒക്കെ ഉള്ള സമയത്താണ് ഇവരേക്ക് കടന്നു വരുന്നത്. അപ്പോൾ പ്രാർത്ഥനയും പാട്ടും സ്തോത്രം കുറിച്ചും ഒക്കെ ആയിട്ട്